ഈ ട്വീറ്റ് നിങ്ങൾ കണ്ടോ? ഇത് അമേരിക്കൻ പ്രസിഡന്റിന്റെ വസതിയായ വൈറ്റ് ഹൗസ് ചെയ്തതാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്നത്, വാക്ക് പറഞ്ഞതുപോലെ പ്രസിഡന്റ് ട്രംപ് ലോകത്തിന് മൊത്തം ഒരു ശക്തമായ സന്ദേശം നൽകുകയാണ്. അമേരിക്കയിൽ നിയമവിരുദ്ധമായി കടക്കുന്നവർ ഗുരുതരമായ പ്രത്യാഘാതം നേരിടേണ്ടി വരും. വാഗ്ദാനങ്ങൾ നൽകി വാഗ്ദാനങ്ങൾ പാലിച്ചു. അനധികൃത കുടിയേറ്റക്കാരെ നാട് കടത്തുന്ന ഫ്ലൈറ്റുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ ഏറ്റവും വലിയ വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു അനധികൃതമായി അമേരിക്കയിലേക്ക് കുടിയേറിയവരെ തിരിച്ചയക്കുമെന്നും അതുപോലെ പുതുതായി ആളുകൾ അമേരിക്കയിലേക്ക് അനധികൃതമായി കുടിയേറുന്നത് തടയുമെന്നും. ട്രംപ് ചുമതലയേറ്റ ജനുവരി 20 തന്നെ ഇതിനുള്ള എക്സിക്യൂട്ടീവ് ഓർഡർ സൈൻ ചെയ്തു. പിന്നീട് ഉടനെ തന്നെ ഐസ് എന്നറിയപ്പെടുന്ന ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് അവരുടെ നടപടി ആരംഭിച്ചു. അമേരിക്കയിലെ വിവിധ നഗരങ്ങളിൽ ഐസ് റെയ്ഡ് നടത്തുകയും വളരെയേറെ ഇല്ലീഗൽ ഇമിഗ്രൻസിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ആദ്യഘട്ടമായി ഇവർ മുൻതൂക്കം കൊടുത്തത് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള ഇല്ലീഗൽ ഇമിഗ്രൻസിനെ അറസ്റ്റ് ചെയ്യുന്നതിനാണ്. ഇവിടെ വൈറ്റ് ഹൗസ് പങ്കുവച്ചിട്ടുള്ള ഈ ചിത്രത്തിൽ നമുക്ക് കാണാം, വളരെയേറെ പേരെ കൈകൾ ബന്ധിച്ച് ഒരു ഫ്ലൈറ്റിലേക്ക് കയറ്റുകയാണ്. ഇത് സാധാരണ ഫ്ലൈറ്റ് അല്ല, അമേരിക്കൻ മിലിറ്ററി ഫ്ലൈറ്റ് ആണ്. 24-ാം തീയതി വെള്ളിയാഴ്ച ഒരു ലോഡ് ഇല്ലീഗൽ ഇമിഗ്രൻസുമായി അമേരിക്കൻ മിലിറ്ററി ഫ്ലൈറ്റ് ഇവരെ ഡിപ്പോർട്ട് ചെയ്യാൻ ആരംഭിച്ചു. ഇത് ഇല്ലീഗൽ ഇമിഗ്രൻസിനെ നാട് കടത്തുന്നതിന് ഈ മിലിറ്ററി ഫ്ലൈറ്റിൽ അട്ടിയിട്ട് ഇരുത്തിയിരിക്കുന്നതാണ്. സാധാരണ ഫ്ലൈറ്റിന്റെ ഉൾവശം പോലെയല്ല ഇത് എന്ന് കണ്ടല്ലോ അല്ലേ? ഇങ്ങനെ ഡിപ്പോർട്ട് ചെയ്യപ്പെട്ട ആളുകളാണ് ഇത്. അമേരിക്കയിൽ നിന്നും ഇങ്ങനെ നാട് കടത്തി തിരിച്ച് മെക്സിക്കോയിലേക്ക് അയച്ചവർ പറഞ്ഞത് അനധികൃതമായി അതിർത്തി കടന്ന് അമേരിക്കയിലേക്ക് പോകുന്നത് അവർ റെക്കമെൻഡ് ചെയ്യുകയില്ല എന്നാണ്. ലക്ഷക്കണക്കിന് പണം മുടക്കിയാണ് ഇവരൊക്കെ നിയമവിരുദ്ധമായി അമേരിക്കയിലെത്തിയത്. എല്ലാവർക്കും ആ പണം നഷ്ടപ്പെടുകയും വലിയ കടത്തിലാവുകയും ചെയ്യുകയാണ് ഇതിന്റെ അവസാന ഫലം. ഇല്ലീഗൽ ഇമിഗ്രേഷൻ തടയുന്നതിനു വേണ്ടി ട്രംപ് ഭരണകൂടം എടുത്തിരിക്കുന്ന മെഷേഴ്സ് കാണിക്കുന്ന വൈറ്റ് ഹൗസ് പങ്കുവച്ച വീഡിയോ ആണ് ഇത്. ഇത് US മെക്സിക്കോ അതിർത്തിയാണ്. ഇവിടെ ആളുകൾ അതിർത്തി കടക്കാതിരിക്കാൻ വേണ്ടി വലിയ മതിൽ കെട്ടിയിരിക്കുന്നത് കണ്ടല്ലോ അല്ലേ? വളരെയേറെ മിലിറ്ററി ട്രൂപ്പുകളാണ് ട്രംപിന്റെ ഓർഡറെ തുടർന്ന് ഇവിടെ അതിർത്തി കാക്കാൻ എത്തിയിരിക്കുന്നത്. വാഹനങ്ങളെല്ലാം മിലിറ്ററി വാഹനങ്ങളാണ്. അതുപോലെ നിങ്ങൾക്ക് മിലിറ്ററി ഫ്ലൈറ്റുകളും ഇവിടെ പറക്കുന്നത് കാണാം. ഇവിടെ വൈറ്റ് ഹൗസിന്റെ മറ്റൊരു ട്വീറ്റിൽ ഓരോ ദിവസവും ഐസ് അറസ്റ്റ് ചെയ്ത ആളുകളുടെ എണ്ണമാണ് കാണിച്ചിരിക്കുന്നത്. ട്രംപ് ചുമതലയേറ്റ് കഴിഞ്ഞ് ഓരോ ദിവസവും 538 പേരെ വീതം അറസ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ പലരും ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്തവരാണ്. എന്നാൽ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഇത് ആദ്യപടി മാത്രമാണ്. അമേരിക്കയിൽ ഇല്ലീഗലായി വന്ന് ജോലി ചെയ്യുന്ന പലരും ജോലിക്ക് പോവാതെ വീടിന് പുറത്തേക്ക് ഇറങ്ങാതെ അടച്ചുപൂട്ടിയിരിക്കുകയാണ് എന്നാണ് കേൾക്കുന്ന വാർത്തകൾ. അതുപോലെ എംപ്ലോയേഴ്സ് എല്ലാവരും തങ്ങളുടെ ജോലിക്കാരോട് അവർ നിയമവിധേയമായി അമേരിക്കയിൽ ജോലി ചെയ്യാൻ അർഹരാണ് എന്നുള്ള രേഖകൾ ഉടനെ സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ട്രംപ് പറഞ്ഞതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അടുത്ത പടിയായി ഇവർ പിടികൂടുന്നത് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ലാത്ത അനധികൃത കുടിയേറ്റക്കാരെ ആയിരിക്കും. 2022 കണക്കനുസരിച്ച് 7,25,000 അനധികൃത കുടിയേറ്റക്കാരായ ഇന്ത്യൻ വംശജരാണ് അമേരിക്കയിലുള്ളത്. ഇപ്പോൾ അത് 1 മില്യണിൽ അധികമായിരിക്കും എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. 2020 ഒക്ടോബർ മുതലുള്ള കണക്കനുസരിച്ച് അമേരിക്കൻ കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ 1,70,000 ഇന്ത്യക്കാരെയാണ് അനധികൃതമായി അമേരിക്കയിലേക്ക് കടക്കുന്നതിന് ശ്രമിച്ചതിന് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അമേരിക്കയുടെ അതിർത്തി രാജ്യമായ മെക്സിക്കോയും അയൽപക്ക രാജ്യമായ എൽ സാൽവദോറും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അനധികൃത കുടിയേറ്റക്കാർ വരുന്നത് ഇന്ത്യയിൽ നിന്നാണ്. ഇത് ക്രമാതീതമായി വർദ്ധിച്ചത് കഴിഞ്ഞ 10 വർഷത്തെ മോദിയുടെ നോൺ ബയോളജിക്കൽ ഭരണത്തിന് കീഴിലാണ്. BBC-യുടെ ഈ വാർത്തയുടെ അവസാനത്തെ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്, ഡേറ്റ നോക്കുമ്പോൾ കാണുന്നത് ഇന്ത്യക്കാർ ഇല്ലീഗലായി അമേരിക്കയിലേക്ക് വരുന്നത് കഴിഞ്ഞ കുറെ വർഷങ്ങളായി ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുകയാണ് എന്നാണ്. അതിന്റെ കാരണം എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. മോദിയുടെ അമൃതകാലത്തിന് കീഴിൽ രാജ്യത്തിനുണ്ടായ വലിയ ദുർഗതി തന്നെയാണ്. ഈ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത് വളരെയേറെ ഇല്ലീഗൽ ഇമിഗ്രൻസ് വരുന്നത് ഇന്ത്യയിൽ നിന്നാണ് എന്നാണ്. അതിൽ തന്നെ പകുതിയിലധികവും മോദി വളരെയേറെ കാലം മുഖ്യമന്ത്രിയായി ഭരിക്കുകയും കഴിഞ്ഞ 30 വർഷമായി BJP തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഗുജറാത്തിൽ നിന്നാണ്. ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണല്ലോ ഗുജറാത്ത് മോഡലിന്റെ സത്യാവസ്ഥ. ഇത് 2014 ഫെബ്രുവരി 22 നരേന്ദ്രമോദി മൻമോഹൻ സിംഗ് സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് ചെയ്ത ട്വീറ്റാണ്.
മറ്റുള്ളവരുടെ വോട്ട് ബാങ്ക് അജണ്ടയെ മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറിയവർക്ക് ഇന്ത്യയിൽ സ്ഥാനമില്ല, അവരെ തിരിച്ചയക്കണമെന്ന്. എന്നാൽ അതിനുശേഷം കഴിഞ്ഞ 10 വർഷമായി ഭരണത്തിൽ ഇരിക്കുന്ന മോദി ഇപ്പോൾ പറയുന്നത് കഴിഞ്ഞ 10 വർഷമായി ഇന്ത്യയിലാകെ ബംഗ്ലാദേശികൾ നുഴഞ്ഞു കയറുകയാണെന്നും അതിന് കാരണം പ്രതിപക്ഷം ആണെന്നുമാണ്. ഇതൊക്കെ കേട്ട് വിശ്വസിക്കാൻ വളരെയേറെ മന്ദഭക്തരും ഉണ്ട് എന്നുള്ളതാണ് രാജ്യത്തിന്റെ ഗതികേട്. മോദിയുടെ ഭരണത്തിന് കീഴിൽ ബംഗ്ലാദേശികൾ നുഴഞ്ഞു കയറുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്തം കേന്ദ്രം ഭരിക്കുന്ന മോദി സർക്കാരിന് മാത്രമാണ്. അവരെ തിരിച്ചയക്കേണ്ട ഉത്തരവാദിത്വവും മോദി സർക്കാരിന് മാത്രമാണ്. അങ്ങനെ ബംഗ്ലാദേശികളോ പാകിസ്ഥാനികളോ ഇന്ത്യയിൽ നുഴഞ്ഞു കയറുന്നുണ്ടെങ്കിൽ മോദിയെ കൊണ്ട് ഒന്നിനും കൊള്ളുകയില്ല എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. ട്രംപ് പറഞ്ഞതുപോലെ ചെയ്യുന്നു. അനധികൃത കുടിയേറ്റക്കാരെ പുതുതായി പ്രവേശിപ്പിക്കുകയില്ല, പ്രവേശിച്ചവരെ തിരിച്ചയക്കും എന്നുള്ള വാക്ക് ട്രംപ് അക്ഷരാർത്ഥത്തിൽ പാലിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തിരിച്ചയക്കുന്ന ആളുകളുടെ ലിസ്റ്റിൽ ആദ്യമായി 18,000 ഇന്ത്യക്കാരാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. അമേരിക്കയിലുള്ള എല്ലാ അനധികൃത കുടിയേറ്റക്കാരായ ഇന്ത്യക്കാരെയും ട്രംപ് തിരിച്ചയക്കുകയാണെങ്കിൽ 10 ലക്ഷത്തോളം പേരെയാണ് മോദിക്ക് തിരിച്ചു നൽകാൻ പോകുന്നത്. അതിൽ 5 ലക്ഷം പേരും മോദിയുടെ സ്വന്തം സംസ്ഥാനമായ ഗുജറാത്തിലേക്കാണ് വരുന്നത്. ഇനി അവർക്കെല്ലാം അമേരിക്കയിൽ കിടന്ന് മോദി മോദി വിളിക്കാതെ, മോദി ഇന്ത്യ സ്വർഗമാക്കിയെന്ന് അമേരിക്കയിൽ ഇരുന്ന് പറയാതെ ഗുജറാത്തിൽ തന്നെ ഇരുന്ന് പറയാനുള്ള സുവർണ അവസരം വന്നിരിക്കുകയാണ്.